കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു. യുവാവിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. യുവതി ഉൾപ്പെട്ട 4 അംഗ സംഘമാണ് മർദ്ദിച്ചത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. റമദാൻ മാസത്തിൻ്റെ പവിത്രതയെ അങ്ങേയറ്റം ആദരവോടുകൂടി കാണുന്ന ആളുകളാണ് മുസ്ലിങ്ങളായ വിശ്വാസികൾ. മറ്റു മതക്കാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലെ കേട്ടൊരു വാർത്ത, ഒരു മുസ്ലിം പെൺകുട്ടിയെ വിശുദ്ധ റമദാൻ മാസത്തിൽ തന്നോട് പരസ്യമായിട്ടുള്ള സെക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അത് ചെയ്യാത്തതിന് അവളും അവളുടെ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. വാരിയെല്ല് തല്ലിയൊടിക്കുന്ന ഒരു കാഴ്ച റമദാൻ മാസത്തിൻ്റെ ദിവസങ്ങളിലാണ് ഈ വൃത്തികെട്ട കാഴ്ച കാണേണ്ടി വരുന്നത്. നമ്മുടെ കൗമ തന്നെ നമ്മുടെ ഈ റമദാൻ മാസത്തിനെ അനാദരിക്കുമ്പോൾ പടച്ച റബ്ബേ എന്ത് അദാബാണ് അള്ളാഹു ഇറക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാർത്ത എന്നെ വല്ലാതൊരു ഷോക്കാക്കി. നിങ്ങൾ ആ വാർത്ത ഒന്ന് കേട്ടു നോക്കൂ. സഫാന എന്നൊരു 27-കാരി ഇന്ന് പിടിയിലായിട്ടുണ്ട് കൊച്ചിയിൽ. എന്തിനാണെന്നല്ലേ? ഒരു യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിൽ. എന്തിനായിരുന്നു മർദ്ദനമെന്ന് കൂടി പറയാം. ലൈംഗിക ബന്ധത്തിന് ആ യുവാവ് വിസമ്മതിച്ചതിന്റെ പേരിലായിരുന്നു ഭിന്നശേഷിക്കാരൻ കൂടി ആ യുവാവിനെ മർദ്ദിച്ചത്. ഇതിന് കൂട്ടുനിന്നത് സഫീനയുടെ ആൺ സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരും. ഗുരുതരമായി പരിക്കേറ്റ ഭിന്നശേഷിക്കാരനായ യുവാവ് ചികിത്സയിലാണ്. വടക്കൻ പറവൂർ കുത്തിയത്തോട് ചാലക്കക്കടവിൽ വീട്ടിൽ ഷുക്കൂർ മകൾ 27-കാരി ഷഫാന ഷുക്കൂർ, ആൺ സുഹൃത്ത് തൃപ്പൂണിത്തുറ ഇരുമ്പനമ്മനയിൽ മഠം വേണുഗോപാൽ മകൻ 32-കാരൻ അമൽ വേണുഗോപാൽ, സുഹൃത്തുക്കളായ ജോൺ രാഹുൽ, ആനന്ദ് മുരുകൻ. ഇവർ 4 പേരും ചേർന്നൊരുക്കിയ കെണിയിൽ വീണത് കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ അമൽ ദേവ്. സമൂഹമാധ്യമം വഴിയാണ് അമൽ ദേവ് സഫാനയെ പരിചയപ്പെട്ടത്. സ്ഥിരമായി സഫാനയ്ക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈപ്പിനിൽ കാണാമെന്ന് അമൽദേവ് സഫാനയോട് പറഞ്ഞു. എന്നാൽ വൈപ്പിന് പകരം കടവന്ത്ര മനോരമ ജംഗ്ഷനിലെ ഹോട്ടലിലേക്ക് വരാൻ സഫാന അമൽദേവിനോട് ആവശ്യപ്പെട്ടു. ഹോട്ടലിലെത്തിയ അമൽദേവ് കാണുന്നത് സഫാനയുടെ ആൺ സുഹൃത്ത് അമൽ വേണുഗോപാലിനെയും ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും. സഫാനയുടെ ഫോൺ ഉപയോഗിച്ച് അമൽ വേണുഗോപാൽ ആയിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നതെന്ന് അപ്പോഴാണ് അമൽദേവ് തിരിച്ചറിഞ്ഞത്. സഫാനയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഇവർ അമൽദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ടോർച്ച് ഉപയോഗിച്ച് അമൽദേവിന്റെ വലത് കൈപ്പത്തിക്കും അടിച്ചു. കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത അമൽദേവിന്റെ നഗ്നദൃശ്യങ്ങളും ഇവർ പകർത്തി. ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും ആദ്യം പിടികൂടി. സഫ്നയെയും അമലിനെയും ഇന്ന് ഉച്ചയ്ക്കാണ് വരാപ്പുഴയിൽ നിന്ന് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ ആസൂത്രണത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും കാക്കനാട് വാഴക്കാലയിലെ വേഴ്സസ് ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സഫ്നയുടെ ഫോൺ ഉപയോഗിച്ച് അമലായിരുന്നു ഈ ഭിന്നശേഷിക്കാരനായ അമൽദേവിന് തുടർച്ചയായി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നത്. അന്ന് 22-ാം തീയതി രാത്രിയിൽ ആ ഹോട്ടലിലേക്ക് വരാനും അമൽ തന്നെയായിരുന്നു സഫ്നയുടെ ഫോണിലൂടെ നിർദ്ദേശിച്ചത്. അതായത് ഈ അറസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു തരത്തിലും ഒരു നാണക്കേടുമില്ല. അതിൻ്റെ ഫോട്ടോ എടുക്കടാ, നല്ല ഫോട്ടോ എടുക്ക്, ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണ്. എങ്ങനെ ഈ കൗമിങ്ങനെ മാറുന്നത്? നമ്മൾ സാധാരണ ഇത്തരം കേസുകളിലൊക്കെ വനിതകളുടെ മുഖം ബ്ലർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മുഖം മറച്ചു വെച്ചിട്ടോ മുണ്ടൊക്കെ ഇട്ട് മൂടിയിട്ടാണെങ്കിൽ ഇന്ന് മാറി, തലമുറ മാറി. പുതിയ ജെൻസി തലമുറ ഇതൊക്കെ വലിയൊരു ആവേശമായിട്ട് കാണാണ്. അവർക്കാകുള്ളത് എന്താണ്? സോഷ്യൽ മീഡിയ, പണമുണ്ടാക്കണം. ബാക്കിയുള്ള ആണുങ്ങളൊക്കെ ലഹരി കേസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. ഈ സഫാന എന്താണെങ്കിലും മനോഹരമായ പേരും വെച്ച് ആ ഒരു മുസ്ലിം മതത്തിൽ ജനിച്ചിട്ട് ഈ റമദാൻ മാസത്തിൽ ഇതെങ്ങനെ? നമ്മളൊക്കെ റമദാൻ മാസം ആകുമ്പോൾ പണ്ടൊക്കെ കേബിൾ ടി വി ഉള്ള ആളുകൾ കേബിളൊക്കെ ഓഫാക്കിടും. ഇന്നിപ്പോൾ ടി വി ഓഫാക്കുന്നതിന് പകരം എല്ലാവരും മൊബൈലിൽ കാണാണ്. നല്ല കാലങ്ങളായിട്ട് വരുന്ന മാറ്റങ്ങളുണ്ട്. പക്ഷേ റമദാൻ മാസം ആകുമ്പോൾ തിയേറ്ററിൽ ആൾ കുറവാണ്. ആളുകൾ സിനിമ ഇറക്കാൻ പേടിയാണ്. കാരണം ആളുകൾ കാണൂല. ഇന്നതൊക്കെ മാറി, ആളുകളുടെ സ്വഭാവ രീതികൾ മാറി. എല്ലാ നമ്മൾ പറയും പിശാചിന് ചങ്ങലക്കിട്ട മാസമാണ്. ആളുകൾ തന്നെ പിശാചായിട്ട് മാറുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാനുള്ളത്. ഈ അമൽദേവ് എന്താ പറയുക, സംസാരശേഷി ഇല്ലാത്ത, കേൾവിശേഷി ഇല്ലാത്തവന് ഇൻസ്റ്റ വഴി ഇവളായിട്ട് ആദ്യം ഭയങ്കര ചാറ്റിംഗ് ആയിരുന്നു. ചാറ്റിംഗ് കൂടിയപ്പോൾ ഇവളത് നേരെ കാമുകന് കൊടുത്ത്, ആൺ സുഹൃത്ത്, ഇപ്പോൾ കാമുകൻ എന്ന് പറയാൻ പാടില്ലല്ലോ, ആൺ സുഹൃത്തിന് കൊടുത്ത്. പിന്നെ ഓനാണ് ചാറ്റ് ചെയ്യുന്നത്. ഈ മൊയന്ത് വിചാരിച്ചിരിക്കുന്നത് ഇവളാണ് ഈ അയക്കുന്നതാണ് ഇൻസ്റ്റ വഴി. ഈ തട്ടിപ്പ് ദയവേത് എല്ലാവരും ചാറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പുറത്തുള്ളത് ആരാണ്, വയസ്സായ ആളാണോ, പെണ്ണാണോ, ആണാണോ, ആണും പെണ്ണും കെട്ടതാണോ, ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവൻ പാവം നിഷ്കളങ്കമായ സൗഹൃദ ബന്ധമാണെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറയാൻ.
ഈ തോന്നിവാസം വിശുദ്ധ റമദാനിൽ ഓളായിട്ട് ചെയ്യാൻ പറയുന്നത് വീഡിയോ എടുത്തിട്ട് പിന്നെ കാശ് പിടുങ്ങാനാണ്. ഇതാണ് പ്ലാന്. പിന്നെ ഇത്രയും മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പ്രണയ വലയിലാക്കി പോകുന്ന ഇതിനൊക്കെ ഒരു പ്ലാനിഡാണോ? ഒരു നിമിഷം ട്വിസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ മറ്റു മതത്തിലെ ഹിന്ദു മതത്തിലെ പെൺകുട്ടിയാണ്. ഇതിൻ്റെ കേസ് വരുന്നൊരു രീതി, ഇത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയും ഇത് ഹിന്ദു പെൺകുട്ടികളെ നാർക്കോട്ടിക് ജിഹാദ് നടത്തിയതാണെന്നുള്ളത്. ഇപ്പുറത്തുള്ളത് സഫാനയാണ്, നല്ല മതമൈത്രിയാണ്, എല്ലാ മതക്കാരും ഉണ്ട്. കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യം വീട്ടിൽ കൊടുക്കുന്നുണ്ടോ? കുട്ടികളുടെ മേൽ അച്ഛനമ്മമാർക്ക് മാതാപിതാക്കൾക്ക് നിയന്ത്രണങ്ങളില്ലേ? ഇതെല്ലാം ഇതിലപ്പുറം കാണും. ഇവളൊക്കെ മാധ്യമപ്രവർത്തകരും പോലീസുകാരും മുന്നിൽ ചിരിച്ച് കളിച്ചിട്ട് എന്തൊരു ഭംഗിയുള്ളൊരു പെൺകുട്ടിയാണ്. എങ്ങനെ നമ്മുടെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുക? നമുക്ക് റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അതുവരെ പള്ളിയിൽ പോകാത്ത ഒരു പള്ളിയിൽ പോകും. അത് റമദാനോടുള്ളൊരു ബഹുമാനം കാരണം. അതുവരെ തൊപ്പിയിടാത്ത ആളുകൾ തൊപ്പിയിടും. ഇഷായിന് തറാവീഹിനൊക്കെ ആളുകൾ, യുവാക്കൾ, കുട്ടികളൊക്കെ വരുന്ന ഈ റമദാനോടുള്ളൊരു പവിത്രതയാണ്. ഇതെല്ലാം ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് മിനിമം വേണ്ടത്. നേരെ തിരിച്ച് വരുന്നൊരു കാഴ്ച ഇതൊരു വലിയ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുന്നൊരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. റമദാനായിട്ട് ചെയ്യുന്ന തെമ്മാടിത്തെ ഒരു അല്പമെങ്കിലും കുറവ് വരുത്താൻ നമുക്ക് തയ്യാറാവണില്ലേ? നമുക്ക് എവിടെയോ എന്തൊക്കെയോ നമ്മുടെ വിശ്വാസങ്ങൾ പ്രശ്നങ്ങളുണ്ട്. ഇനിയൊരു കാലത്തേക്ക് വരുമ്പോൾ അത്ഭുതപ്പെടലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റമദാൻ്റെ പകലിൽ നോമ്പെടുത്തിട്ട് പള്ളിയിൽ പോണൊരു ചെക്കൻ, ഓന് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ റമദാൻ്റെ പകലിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഈ റമദാൻ്റെ സംഭവം ഞാൻ പറയണേ, കയ്യോടെ പിടിച്ചു. റമദാനിക്ക് 5 വക്തിൽ നിസ്കരിക്കാൻ പള്ളിയിൽ പോണവനാണ്, അപ്പുറത്ത് പ്രണയമുണ്ട്, കയറി പിടിച്ചോനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ പേരും സ്ഥലമൊന്നും ഞാൻ പറഞ്ഞു, കാരണം അതൊക്കെ ഒരു പ്രണയമാണെന്ന് കരുതിയിട്ട് ഞാൻ വിടുന്നു. അവൻ്റെ മുഖവും ഞാൻ കാണിക്കണില്ല, സ്ഥലവും ഞാൻ പറയണില്ല, അവൻ്റെ ഇതും ഞാൻ പറഞ്ഞില്ല. മലപ്പുറം ജില്ലയിലാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് നോമ്പുണ്ടായിട്ട് നോമ്പിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഒരു ഡഫ് ആൻഡ് ഡമ്മായിട്ട് സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തൊരു പയ്യൻ, അയാള് ഈ പെൺകുട്ടിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് 5 പേരും കൂടെ അയാളെ ഇവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഉപദ്രവിച്ചുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 4 പേര് അറസ്റ്റഡാണ്. 308 പോലുള്ള വകുപ്പ് ഹണി ട്രാപ്പിന്റെ എലമെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ, ചാറ്റിങ്, ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ എന്താണ് ഇതുവരെ ഇപ്പോൾ അത് പ്ലാൻഡ് ആണ്. പരിക്ക് നല്ല പരിക്കുണ്ട്. ബാക്കിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാലാണ് ബാക്കിയുള്ള ഇഞ്ചുറിയുടെ ആ ഒരു ഗ്രാവിറ്റി. ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഒരാളും കൂടെ അറസ്റ്റാണ്. 5 പ്രതികളാണുള്ളത്. ആന്റിസിഡൻസ് ഉള്ളവരാണ്. ഇതില് ഈ ലേഡി ആയിട്ടുള്ള ആൾക്ക് പ്രീവിയസ്ലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള 3 പേർക്ക് ആന്റിസിഡൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഖിയാമത്ത് നാളായി ഇതെല്ലാം ഇതിലപ്പുറമുള്ള വാർത്തകൾ പരസ്യമായിട്ട് റോഡ് സൈഡിൽ ഇരുന്നത് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ കാണേണ്ടി വരും. കാരണം ലോകം അത് കണ്ടിട്ടല്ലാതെ അവസാനിക്കില്ല എന്ന് ഹബീബ നബി പഠിപ്പിച്ചൊരു കാര്യം. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, വിശുദ്ധ റമദാൻ എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. പക്ഷേ അസുഖമുള്ള ആളുകൾക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. അസുഖമായതുകൊണ്ടാണ് നോമ്പ് നിർബന്ധമില്ലാത്തത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നോമ്പ് ഒഴിവാക്കിയ ആളുകൾക്ക് ഒരു മുദ്ദ് ധാന്യങ്ങൾ കൊടുക്കണം. ഒരു മുദ്ദിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ് ഒരു മുദ്ദ്? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അസുഖമായിരുന്ന ആളുകൾക്ക്, അതായത് തീരെ അസുഖം മാറാത്ത വാർദ്ധക്യ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല, അവർക്കൊരു മുദ്ദാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം മാറാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. ഇപ്പം നമുക്കൊരു യങ്ങായ ഒരാൾക്കൊരു അസുഖം വന്നു, ഓന് മുദ്ദ് കൊടുക്കുകയും വേണം, പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിലും നോമ്പ് ഖളാ വീട്ടുകയും വേണം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് എത്രയാണ്? എത്ര ഗ്രാമാണെന്ന് പറയാം, എത്ര തൂക്കം വരുന്ന എത്രയെന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഇതൊരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പലർക്കും ഒരു മുദ്ദ് എന്ന് പറയാറുണ്ട്, പക്ഷേ കൃത്യമായിട്ട് അറിയാറില്ല. അപ്പോൾ ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇന്നലത്തെ ഉത്തരം കറക്റ്റാണ്. കേരള എന്നുള്ള നമ്മുടെ നാടിൻ്റെ പേര് മാറിയിട്ട് ഇപ്പോൾ കേരളം എന്നുള്ള ഒഫീഷ്യൽ നമ്മുടെ നാടിൻ്റെ പേര് കേരള എന്നായിരുന്നു. പലർക്കും അത് അറിയില്ല. ഇപ്പോൾ കൈരല എന്നുള്ള അറബി വാക്കിൽ നിന്നാണ് കേരള എന്നുള്ള വേർഡ് ഉണ്ടായത്. ഇനി മുതൽ കേരളം എന്നുള്ള ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോയുടെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.